الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما وليكم الله ورسوله والذين آمنوا الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون. ബഹുമാനം നിറഞ്ഞ ഉസ്താദ്, മറ്റു ശബ്ദം ശ്രമിക്കുന്ന നമുക്ക് അലിം സുഹൃത്തുക്കളെ, സുന്നികളും അസുന്നികളും ഏറെ കാലമായി തർക്കത്തിലിരിക്കുന്ന മർമ്മപ്രധാനമായ വിഷയമാണ് ഇസ്തിഗാസ. അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അള്ളാഹു നൽകിയ അമാനുഷിക സിദ്ധികൾ കൊണ്ട് അവർ നമ്മെ സഹായിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി നടത്തുന്ന സഹായത്തനെയാണ് ഇസ്തിഗാസ. ഇത് അനുവദനീയവും പുണ്യകർമ്മവുമാണെന്നാണ് അഹ്ലുസുന്നയുടെ പക്ഷം. കാരണം ഹിജ്റ 8-ാം നൂറ്റാണ്ട് വരെ ആരും തന്നെ ഇസ്തിഗാസയെ സംസാരിച്ചിട്ടില്ല. ആദ്യമായി ഇസ്തിഗാസയെ സംസാരിക്കുന്നത് ഹിജ്റ 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇബ്നു തൈമിയ്യ എന്ന വ്യക്തിയാണ്. ഇത് അദ്ദേഹം തന്നെ തന്റെ ഗ്രന്ഥങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അതേ 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായ സുബുക്കി ഇമാം അവിടുത്തെ ശിഫാഉ സഖാവിലെ 133-ാമത്തെ പേജിലൂടെ പറയുന്നു: أنه يجوز ويحسن التوسل والاستغاثة والتشفع بالنبي صلى الله عليه وسلم. توسل الاستغاثة നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശുപാർശ നേടലും അനുവദനീയവും പുണ്യകർമ്മവുമാണെന്ന് ശിഫാഉ സഖാവിലെ 133-ാമത്തെ പേജിലൂടെ പറയുന്നു. ഇനി ഇസ്തിഗാസയെ കുറിച്ച് ഇസ്ലാമിലെ പ്രമാണങ്ങളുടെ നിലപാടെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇസ്ലാമിലെ ഒന്നാം പ്രമാണമായ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ 55-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു: إنما وليكم الله ورسوله والذين آمنوا الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون. നിശ്ചയം നിങ്ങളുടെ സഹായി അല്ലാഹുവും അവന്റെ റസൂലും നിസ്കാരം ഉറപ്പോടെ നിലനിർത്തുന്ന സകാത്ത് കൊടുത്തു വീട്ടുന്ന സത്യവിശ്വാസികളുമാണ്. ഇവിടെ വലിയനക്ക് സഹായം എന്നർത്ഥം എവിടുന്ന് കിട്ടി? മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അവിടുത്തെ തഫ്സീറായ തഫ്സീർ റാസി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നതായി കാണാം: بأن الولي في قوله إنما وليكم الله ليس إلا بمعنى الناصر والمحب. ഈ ആയത്തിൽ പരാമർശിച്ച വലിയക്ക് നാസിർ മുഹിബ് എന്ന അർത്ഥം മാത്രമേ ഉറപ്പിച്ച് പറയാൻ കഴിയുകയുള്ളൂ. ഇനി വലിയുടെ പരിധി ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല, മരണപ്പെട്ടവർ ഉൾപ്പെടുമെന്നാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് താബിയുടെ നേതാവായ ഹസൻ ബസറി റളിയല്ലാഹു അൻഹു പറയുന്നു: അല്ലാഹു ഖൗലിഹി വല്ലദീന ആമനൂ മൻ ആമന മിൻ അല്ലാഹിഹും വമൻ ബഖിയ. ഈ ആയത്തിലെ വല്ലദീന ആമനു എന്നതിൽ ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല മരണപ്പെട്ടവർ ഉൾപ്പെടുമെന്ന് ഹസൻ ബസറി റളിയല്ലാഹു അൻഹു പറയുന്നു. ഇത് അബൂ ഹയ്യാൻ തങ്ങൾ തന്റെ തഫ്സീറായ ബഹ്റുൽ മുഹീത്തിലെ 3-ാം പാഠ്യം 513-ാം പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇസ്ലാമിലെ രണ്ടാം പ്രമാണമായ ഹദീസിന്റെ നിലപാട് നമുക്ക് പരിശോധിച്ച് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്തും അവിടുത്തെ വഫാത്തിന് ശേഷം സ്വഹാബത്ത് ധാരാളം ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട്. റബിയ റളിയല്ലാഹു അൻഹു പറയുന്നു: ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരു ദിവസം രാപ്പാർത്തു. അങ്ങനെ രാത്രി കഠിനമായ തണുപ്പുള്ള സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വുദൂഇനും മറ്റു ആവശ്യമുള്ള വെള്ളവുമായി ചെന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സല്ലയാ റബിയ, ചോദിക്കണം റബിയ, എനിക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കണം റബിയ എന്ന് ചോദിച്ചപ്പോൾ റബിയ റളിയല്ലാഹു അൻഹു പറയുന്നു: അസ്അലുക ഖുറാഫത ഫിൽ ജന്ന. നബിയെ, അങ്ങയുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരിടം വേണമെന്ന് നബിയെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: അവ ഗൈറ ദാലിക, നിനക്ക് മറ്റെന്തെങ്കിലും വേണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ റബിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു: നബിയെ, എനിക്കത് മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുകയാണ്: ഫഇന്നി അലാ നഫ്സിക ബികസറതി സുജൂദി, എങ്കിൽ നീ സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കണം എന്നാണ്. റബിയ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് ഇസ്തിഗാസ നടത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് അത് ചോദിക്കരുത് റബിയ, ശിർക്കാണ് എന്ന് പറഞ്ഞില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് സഹായിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം സ്വഹാബത്ത് ധാരാളം ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ആദ്യമായി ഇസ്തിഗാസ നടത്തിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ആരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ഒരു തട്ടിലും ലോകത്തുള്ള മറ്റെല്ലാ മുഅ്മിനീങ്ങളുടെ ഈമാൻ ഒരു തട്ടിൽ വെച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ കരം തൂങ്ങുമെന്ന് പറഞ്ഞ ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കിടക്കുമ്പോൾ അവിടുത്തെ ചാരത്തേക്ക് വന്ന് അവിടുത്തെ മുഖത്തെ വിരിപ്പ് മാറ്റിക്കൊണ്ട് യാ റസൂലല്ലാഹ്
ഇഖ്ലാസ് നടത്തിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. തീർന്നിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വസിയത്ത് പ്രകാരം അവിടുത്തെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ അവിടുത്തെ ജനാസയുമായി സ്വഹാബത്തുകളടക്കം റൗളയുടെ വാതിൽക്കൽ ചെന്ന് സ്വഹാബത്തുകളടക്കം യാ റസൂലല്ലാഹ് അദാ അബൂബക്കർ ബിൽ ബാബ് എന്ന് പറയുകയാണ്. അപ്പോൾ അതാ റൗളയിൽ നിന്ന് ഒരു അശ്രീരി മുഴങ്ങുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ് ഫഇന്നൽ ഹബീബ ഇലൽ ഹബീബി മുസ്താഖുൻ. ഹബീബിലേക്ക് പ്രവേശിപ്പിക്കൂ, ഹബീബിലേക്ക് ആഗ്രഹിക്കുകയാണെന്ന് അതാ റൗളയിലേക്ക് ഒരു അശ്രീരി മുഴങ്ങുകയാണ്. ഇത് മഹാനായ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് അവിടുത്തെ ഇഹ്യാഉൽ ഉലൂമിന്റെ 4-ാം വാള്യം 503-ാം പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മാലിക് ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് കഠിനമായ വരൾച്ച സംഭവിക്കുകയുണ്ടായി. അങ്ങനെ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയുടെ അരികിൽ ചെന്നുകൊണ്ട് യാ റസൂലല്ലാഹ് അങ്ങയുടെ സമുദായത്തിന് വേണ്ടി അങ്ങ് അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്ന നബിയെ, അവർ നാശത്തിന്റെ വക്കിലാണെന്ന് പറയുകയും അവർക്ക് മഴയ്ക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുന്ന നബിയെ എന്ന് പറയുകയും പിന്നീട് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയാണ്. എന്നിട്ട് ഈ ഉമറിനോട് നീ എന്റെ സലാം പറയുക, അവർക്ക് മഴ ലഭിക്കും എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുക. ഈ സംഭവം നടക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ്. ഇത് കേട്ട ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടവരോട് സഹായത്തിന് നടത്തിയത് ശിർക്കായി പോയി, കുഫ്റായി പോയി എന്ന് പറഞ്ഞില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ദീൻ പഠിച്ച സ്വഹാബത്തും പിന്നീടുള്ള താബിഈകളും തബഉ താബിഈകളും മദ്ഹബിന്റെ ഇമാമുമാരും ഷാഫി ഇമാമും മറ്റു ബുഖാരി ഇമാമും അടങ്ങുന്ന എല്ലാവരും നമ്മളെ ഇതാണ് പഠിപ്പിച്ചിട്ടുള്ളത്. കേവലം പാരമ്പര്യം പോലും ഇല്ലാത്തവർക്ക് നാളെ മഹ്ശറ എന്ന ഫൽസഫ വരാനുണ്ടെന്ന് ഓർമ്മപ്പെടുത്തി ഹക്കായി ബാത്തിലെ മനസ്സിലാക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.